Hello students, welcome back to Priyanka Tutorials. കുട്ടികളെ, ഇന്ന് നമ്മൾ മലയാളം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രശസ്ത എഴുത്തുകാരനായ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ അയൽപക്കം എന്ന ഉപനിഷത്ത് എന്ന രചനയെക്കുറിച്ചാണ്. ഇതൊരു കഥയല്ല, മറിച്ച് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ പങ്കുവെക്കുന്ന ഒരു ലേഖനമാണ്. അയൽക്കാരുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണമെന്നും പരസ്പര സഹകരണത്തിന്റെ പ്രസക്തി എന്താണെന്നുമാണ് ഈ പാഠഭാഗത്തിലൂടെ ലേഖകൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അയൽപക്കത്തെ ഒരു ഉപനിഷത്തായി കണ്ടുകൊണ്ട് മനുഷ്യർക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ ലേഖനത്തിന്റെ രചയിതാവായ ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, വിമർശകൻ, അധ്യാപകൻ. 1926 മെയ് 12 അഴീക്കോട് ജനിച്ചു. മലയാള സാഹിത്യത്തിലും സംസ്കൃത സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദങ്ങൾ, PhD, കോളേജ് പ്രിൻസിപ്പൽ, യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. UGCയുടെ ആദ്യത്തെ നാഷണൽ ലെക്ചർ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാൻ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, രാജാജി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചു. തത്വമസി, മലയാള സാഹിത്യ വിമർശനം, ആശാന്റെ സീതാകാവ്യം, പുരോഗമന സാഹിത്യവും മറ്റും ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. ഗുരുവിന്റെ ദുഃഖം, ഭാരതീയത, അഴീക്കോട് മുതൽ അയോധ്യ വരെ, അഴീക്കോടിന്റെ കയ്യൊപ്പ് തുടങ്ങി നിരവധി കൃതികൾ രചിച്ചു. 2011 ജനുവരി 24 അന്തരിച്ചു. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. അയൽപക്കം എന്ന ഉപനിഷത്ത്. ഡോക്ടർ സുകുമാർ അഴീക്കോട്. കഥകളിൽ അയൽപക്കവും അയൽപക്കക്കാരും ധാരാളം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആത്മകഥകളിൽ അവയ്ക്ക് അത്ര വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഷേക്സ്പിയറും ടോൾസ്റ്റോയും അയൽക്കാരെ പറ്റി എഴുതിയവരാണ്. പക്ഷേ ടോൾസ്റ്റോയി തന്നെ പറ്റി എഴുതുമ്പോൾ അയൽക്കാരെ പറ്റി പറഞ്ഞു കാണില്ല. ആത്മകഥാ രചനയുടെ ഉദ്ദേശവും കാഴ്ചപ്പാടും അനുസരിച്ച് അതിന്റെ ഉള്ളടക്കത്തിൽ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകാം. രാജാക്കന്മാർക്ക് അയൽപക്കം ഇല്ലല്ലോ, എന്നാൽ എല്ലാ മഹാത്മാക്കൾക്കും ആചാരന്മാർക്കും അയൽക്കാരാണ് എല്ലാവരും. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് ക്രിസ്തുദേവൻ പ്രസംഗിച്ചപ്പോൾ അയൽപക്കം സ്വന്തം വീടായി തീർന്നു. ലോകം ഒരു പക്ഷിക്കൂടാവുക എന്നതിന് വേദങ്ങളുടെ പഴക്കമുണ്ടെങ്കിൽ തന്റെ വിശ്വഭാരതിയുടെ മുഖമുദ്രയായി മഹാകവി രവീന്ദ്രനാഥ ടാഗോർ അതിനെ സ്വീകരിച്ചതോടെ അത് പുതുയുഗത്തിന്റെ ശബ്ദവുമായി തീർന്നു. ലോകമേ തറവാട് എന്ന് നമ്മുടെ ഗുരുനാഥനെ പറ്റി മഹാകവി വള്ളത്തോൾ പാടിയത് ഈ സത്യം വിളിച്ചു പറയാനാണ്. ഉപനിഷത്തിനെ പറ്റി പഠിച്ചു തുടങ്ങിയ കാലത്ത് അതിന്റെ അഗാധമായ അർത്ഥങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആപ്തയുടെ നിഘണ്ടുവിൽ ആ വാക്കിന് അയൽവീട് എന്ന അർത്ഥം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ബ്രഹ്മത്തിലേക്കുള്ള വഴിയിൽ എവിടെയോ അയൽപക്കത്തിനും സ്ഥാനമുണ്ടെന്ന ചിന്ത ഇതിൽ അങ്കുരിച്ചു. ഈശ്വര സ്നേഹം തുടങ്ങേണ്ടത് അയൽപക്ക സ്നേഹത്തിൽ നിന്നാണ്. പക്ഷേ നാം ഇന്ന് വിരോധം തുടങ്ങുന്നത് അയൽപക്കത്തു നിന്നാണ്. ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമ ജീവിതത്തിന്റെ ഉള്ളിൽ ഈ വലിയ അയൽപക്കത്തിന്റെ ഒളി പരന്നിരുന്നു. അടുത്ത പറമ്പുകളിലെല്ലാം വീടും ആൾക്കാരും ഉള്ളത് വലിയൊരു ഉറപ്പ് ആയിട്ട് തോന്നിച്ചിരുന്നു. ഞങ്ങൾ ആദ്യം പാർത്തിരുന്ന വീടിന്റെയും പിന്നീട് ഞങ്ങളുടെ സ്വന്തമായ ഭൂതപ്പാറയിലെ നിത്യാനന്ദാലയം എന്ന വീടിന്റെയും തെക്കുവശത്ത് മരങ്ങളൊന്നും ഇല്ലാതെ പുൽപ്പറമ്പുകളായിരുന്നു. പുൽപ്പറമ്പ് കാണാനും ഫുട്ബോൾ കളിക്കാനും യോഗം നടത്താനും പറ്റിയതാണെങ്കിലും അത് വെറുതെ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറു പേടി മനസ്സിൽ കടന്നുകൂടിയിരുന്നു. ശൂന്യതയുണ്ടാക്കുന്ന ഭയം. ഞാൻ പിറന്ന വീടിന്റെ കഥ പറയാം. അവിടെ അയൽ വീടുകൾ മിക്കതും മുസ്ലിങ്ങളുടേതായിരുന്നു. അന്ന് മാപ്പിള എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിച്ചു വന്നത്. പള്ളിയിൽ പോകുക മുതലായവ ചില സംഗതികളിൽ വ്യത്യാസമുണ്ടെന്ന് കാണിക്കാനല്ലാതെ അടുത്തിടപഴകാനും കൂടിച്ചേർന്ന് കളിക്കുവാനും തടസ്സം നിൽക്കുന്ന വ്യത്യാസമായി അന്ന് അത് കരുതപ്പെട്ടില്ല. കുട്ടിക്കാലത്തെ എന്റെ മനസ്സ് സൂക്ഷിച്ചു നോക്കി പറയുകയാണ്. മുണ്ടുടുക്കൽ, തട്ടമിടൽ, പള്ളിയിൽ പോകൽ, ദൈവം എന്നോ ഈശ്വരൻ എന്നോ പറയാതെ അള്ളാ വിളി, ഇതൊക്കെയാണ് മാപ്പിള വീട്ടുകാരുടെ വ്യത്യാസങ്ങൾ. പക്ഷേ അവർ അതുകൊണ്ട് അന്യരെ ശത്രുക്കളല്ലെന്നും ഒന്നിച്ചു കൂടി കഴിയേണ്ടവരാണെന്നും ആരും പറയാതെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഒരു ദൈവം മനുഷ്യനെ എന്ന സുഗതമൊക്കെ കേൾക്കുന്നതിന് മുമ്പത്തെ ആദ്യകാലത്തിന്റെ മനോഭാവത്തെ പറ്റിയാണ് ഞാൻ ഓർത്തു പറയുന്നത്. അയലത്തെ വീടുകൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്തുമാകുമായിരുന്നു എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. റോബിൻസൺ ക്രൂസോവിന് കപ്പലിന്റെ പാമരം അകലെ കാണാനുണ്ടോ എന്ന് ശുഭപ്രതീക്ഷയോടെ നോക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അയൽപക്കം ഇല്ലെങ്കിൽ അയൽക്കാരെ പ്രതീക്ഷിക്കാനാവില്ലല്ലോ. കുട്ടികൾ തമ്മിലുള്ള അടുപ്പത്തിനും അപ്പുറത്ത് എന്റെ മനസ്സ് അയൽപക്കം എന്ന് പറയുമ്പോൾ പറന്നു പോകുന്നുണ്ട്. കളിയും ചിരിയും ശണ്ട കൂടലും ചീത്തവിളിയും എല്ലാം കുട്ടിക്കാലത്ത് കൂട്ടായി നടന്നിരുന്നു. മാപ്പിള കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികളും ചീത്ത വാക്കു പറയുന്നതിൽ ബിരുദന്മാരായിരുന്നു. ചീത്ത വാക്കും അറിയണ്ടേ? അത് അറിയുന്നതും വിദ്യാഭ്യാസം തന്നെ. പക്ഷേ ചീത്ത വാക്കിന്റെ കാര്യത്തിൽ അത് ചീത്തയാണെന്ന് കൂടി അറിയുമ്പോഴേ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നുള്ളൂ. രക്ഷിതാക്കളിൽ നിന്ന് ചീത്തവാക്ക് പഠിക്കാനാവില്ല, അതുപോലെ കുട്ടികളിൽ നിന്ന് അത് ചീത്തയാണെന്ന് പഠിക്കാനും ആവില്ല. ഈ രണ്ടു കൂട്ടരുടെയും ഇടയ്ക്ക് വളർന്നു വന്ന ഞങ്ങൾക്ക് ചീത്തവാക്കിന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അയൽപക്കത്തെ സ്നേഹിക്കുക എന്ന ഉപദേശം കുട്ടികൾക്ക് എന്നതിലേറെ വേണ്ടത് മുതിർന്നവർക്കാണ്. കുട്ടികൾ കലഹിച്ചാൽ അത് അവിടെ തീരും. എന്നാൽ മുതിർന്നവർ കലഹിച്ചാൽ
അത് കൊലപാതകം വരെ വലുതായൊന്നും വന്നുകൂടായികയില്ല. റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന ഷേക്സ്പിയർ നാടകത്തിലും ഇന്ന് പുറപ്പെടുന്ന ദിനപത്രത്തിലും നാം ഈ കലഹ കഥകൾ വായിച്ചു വരുന്നു. രാഷ്ട്രങ്ങളായാലും ഈ അയൽപക്ക വേദാന്തം അനുസരിച്ചില്ലെങ്കിൽ സ്വസ്ഥ ജീവിതം നശിക്കും. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വലിയ ദൗർലഭ്യം നമ്മുടെ അയൽനാടുകളോട് ഇണങ്ങിപ്പോകാൻ നമ്മുടെ നയതന്ത്ര നൈപുണ്യം പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇതാണ് ഈ പാഠഭാഗം. ഇനി ഇതിന്റെ പ്രധാന ആശയങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാൻ നമുക്ക് പാഠാപഗ്രഥനം ഒന്ന് വായിക്കാം. നല്ലൊരു അയൽപക്കത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും ചുരുങ്ങിയ വാക്കുകളിലൂടെ എഴുത്തുകാരൻ നമ്മെ മനസ്സിലാക്കി തരും. സമൂഹത്തിന്റെ കെട്ടുറപ്പിനും പുരോഗതിക്കും അയൽപക്ക ബന്ധങ്ങൾ ഒഴിവാക്കാൻ വയ്യാത്തതാണെന്നും എത്ര കണ്ട് ആവശ്യമാണെന്നും ലേഖകൻ നമുക്ക് പറഞ്ഞു തരുന്നു. അയൽപക്കത്തെ ഉപനിഷത്ത് എന്ന പദം കൊണ്ട് ലേഖകൻ വിശേഷിപ്പിക്കുന്നത് തന്നെ അതിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം വ്യക്തമാകും. ഉപനിഷത്ത് വേദാന്ത സാരമാണ്. മനുഷ്യന്റെ നന്മയ്ക്കും നിലനിൽപ്പിനും അനുപ്രേഷണമായ അറിവാണത്. സമൂഹ ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് അയൽപക്കം എന്ന ആശയം. മഹാകവി വള്ളത്തോളിന്റെ ലോകമേ തറവാട് എന്നീ വരികൾ ഇവിടെ സ്മരണീയമാണ്. ഉപനിഷത്തിന്റെ അർത്ഥം ആപ്തയുടെ നിഘണ്ടുവിൽ അയൽ വീട് എന്നാണ്. അതാവാം ലേഖകൻ ഈ ശീർഷകം സ്വീകരിക്കാൻ കാരണം. ബ്രഹ്മത്തിലേക്കുള്ള വഴിയിൽ എവിടെയോ അയൽപക്കത്തിനും സ്ഥാനമുണ്ടെന്നാണ് ലേഖകന്റെ മതം. ജാതിക്ക് അതീതമായി, ആചാരങ്ങൾക്ക് അതീതമായി, വേഷവിധാനങ്ങൾക്ക് അതീതമായി കുട്ടിക്കാലത്തിന്റെ ഓർമ്മയിലൂടെ ലേഖകൻ ഒരു ദൈവം മനുഷ്യന് എന്ന ആശയത്തിലേക്ക് എത്തുന്നു. അയൽ വീടുകൾ ഇല്ലാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ആശങ്കപ്പെടുന്നു ലേഖകൻ. ചീത്തവാക്ക് അറിയുന്നതും ഒരു വിദ്യാഭ്യാസമാണെന്ന് ലേഖകന്റെ അഭിപ്രായം. ചീത്തവാക്ക് ചീത്തയാണെന്നും കൂടി അറിയുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത്. ലേഖകന്റെ അഭിപ്രായത്തിൽ അയൽപക്കത്തെ സ്നേഹിക്കുക എന്ന ഉപദേശം കുട്ടികൾക്ക് എന്നതിലേറെ വേണ്ടത് മുതിർന്നവർക്കാണ്. രാഷ്ട്രങ്ങളായാലും ഈ അയൽപക്ക വേദാന്തം അനുസരിച്ചില്ലെങ്കിൽ സ്വസ്ഥ ജീവിതം നശിക്കും. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വലിയൊരു ദൗർലഭ്യം നമ്മുടെ അയൽ നാടുകളിലേക്ക് ഇണങ്ങിപ്പോകാൻ നമ്മുടെ നയതന്ത്ര നൈപുണ്യം മൂല്യം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു. കൂടുതൽ വിദ്യാഭ്യാസപരമായ വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യൂ.